വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു കുർത്തീസിൻ്റെ കളക്ഷൻസാണ്. ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലോ ആണ്. നമ്മുടെ ഒരു ഡെനിം പോലെ ഇരിക്കും. ഇതിൻ്റെ ഇന്നർ പോർഷൻ കണ്ടോ, ഈ ഒരു ഷെയ്ഡിലാണ്. ഇത് ശരിക്കും ലൈനിങ് അല്ല, ആ ഒരു ഫാബ്രിക് തന്നെ അങ്ങനെ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേൺ, സോഫ്റ്റായിട്ട് വിത്തൗട്ട് ലൈനിങ് വന്നിട്ടുള്ള ടോപ്സിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitzindia.com ആണ് സൈറ്റ്. ഭയങ്കര കൂളാണ്, എലഗൻ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കുർത്തി. ഫസ്റ്റ് വൺ വരുന്നത് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഇങ്ങനെ ഒരു നെക്ക് പാറ്റേൺ ചെയ്തേക്കാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇന്നർ പോർഷനിൽ ഒരു പാച്ച് വെച്ചേക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ. സിമ്പിൾ സ്ലീവ്സ് ആണ്. ചെറിയൊരു സ്ലിറ്റ് എൻഡ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന നമുക്ക് ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കുർത്തി. നെക്ക് പാറ്റേൺ കണ്ടോ, ഇതുപോലാണ് നെക്ക് പാറ്റേൺ വരുന്നത്. റേറ്റ് വരുന്നത് 850 ആണ്. ഭയങ്കര കൂളാണ് കേട്ടോ ഇത് വെയർ ചെയ്യാനായിട്ട്. വിത്തൗട്ട് ബോട്ടം വേണമെങ്കിൽ വെയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആങ്കിൾ ലെങ്ത്തിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ടോപ്പ്. ഇത് ഇന്നർ പോർഷനിൽ കാണുന്ന ലൈനിങ് അല്ലാണ്ട് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു തിക്നെസ് അങ്ങനെ, പക്ഷേ ഭയങ്കര ഫ്ലോയിൽ കിടക്കുന്ന ഒരു കുർത്തി. 38-46 സൈസാണ് അവൈലബിൾ. ടെന്നസി ബ്രാൻഡഡ് ആണ്. ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളതാണ്. ഇന്നർ പോർഷനിൽ സെയിം എലമെൻറ്റ്സ് ഇട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. നല്ല ഒരു ഫാബ്രിക് നല്ല രസമാണ് കാണാനായിട്ട്. സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയാണ്. 850 ആണ് റേറ്റ് വരുന്നത്. നല്ലൊരു നെക്ക് പാറ്റേൺ വെച്ചിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള സ്ലീവ്സും ഭയങ്കര കൂളായിട്ട് ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. വാഷ് ചെയ്ത് നിങ്ങൾക്ക് സിംപ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. 38-46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ഗ്രേയും ബ്ലാക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. ഫാബ്രിക് ഭയങ്കര സോഫ്റ്റാണ്. നല്ല കൂൾ ഫാബ്രിക്കാണ്. നമുക്ക് ഇടുമ്പോൾ നല്ല കംഫർട്ടായിട്ടുള്ള ഫാബ്രിക്. ചെറിയൊരു സ്ലിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന പാറ്റേൺ ആണ്. 850 ആണ് റേഞ്ച്. നല്ലൊരു നെക്ക് പാറ്റേണും ആണ് വന്നിരിക്കുന്നത്. സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള കുർത്തി. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഒരു ക്രഷ്ഡ് ഫാബ്രിക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇടുമ്പോൾ മൊഡാല് പോലെയുമാണ് കേട്ടോ. ആ ഫീല് മൊഡാല് പോലെ തന്നെയാണ്. ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ. 1049 ആണ് റേറ്റ്. പാറ്റേൺ സെയിം പാറ്റേൺ തന്നെ. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്, ഫ്രണ്ടിൽ ഇതുപോലെ ബട്ടൺ താഴെ വരെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ നെക്കാണ് ചെയ്തത്. സിമ്പിൾ നെക്ക് എന്ന് പറയുന്നത് ഇതുപോലെ സ്ക്വയർ വന്നിട്ട് സ്കാലപ്പൻ ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളൊരു നെക്ക് പാറ്റേൺ. അതുപോലെ തന്നെ സ്ലീവ്സും ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അറ്റാറാണ്. 1049 ആണ് റേറ്റ് വരിക. ലൈറ്റ് യെല്ലോ ആണ് ഷെയ്ഡ്. സ്ട്രൈപ്സ് ആണ് പ്രിൻറ്റ് വന്നേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ബോട്ടം ഞാനിപ്പോൾ പെയർ ചെയ്തേക്കുന്നത് മറൂൺ ആണ്. ഇതിൻ്റെ ആങ്കിൾ ലെങ്ത് ആണ് ഇപ്പോൾ പെയർ ചെയ്തേക്കുന്നത്. അതും കൂടി സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യെല്ലോയും മെറൂണും നല്ല മാച്ച് ആകുന്നുണ്ട്. അതും കൂടി വേണമെങ്കിൽ ബുക്ക് ചെയ്യാം കേട്ടോ. ട്വിൻ ബേണിൻ്റെ ലെഗിൻസ് ആണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലൈറ്റ് പീച്ച് കളറാണ്. നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക്കാണ്. ചെറിയൊരു സ്ലിറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതുപോലെ ബട്ടൺ കൊടുത്തേക്ക് നല്ലൊരു നെക്ക് പാറ്റേണും ആണ്. സ്ലീവ്സിലും ആ ഒരു സ്കാലപ്പൻ ഫിനിഷ് ചെയ്തേക്കുന്നത്. 1049 ആണ് റേറ്റ് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയും നല്ല ഫിനിഷിങ്ങിലുള്ള കുർത്തിയാണ്. സീം എലമെൻറ്റ്സ് ഒക്കെ ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ് കേട്ടോ. 38-46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള പാറ്റേൺ. നല്ല പാറ്റേൺ കണ്ട് സ്ക്വയർ വന്നിട്ട് ഇതുപോലെ സ്കാലപ്പൻ ഫിനിഷ്. ഇതും ടെന്നസി ബ്രാൻഡഡ് ആണ്. സീം എലമെൻറ്റ്സ് ഒക്കെ ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ്. വൺ സൈഡ് പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. നല്ലൊരു ജീൻസിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ. 1049 ആണ് റേറ്റ് വരെ. ഫാബ്രിക് ഒരു ഫ്ലോയി ആയിട്ട് കണ്ടോ, ഇതുപോലെ നല്ല ഫ്ലോയിൽ കിടക്കുന്ന നല്ല ഭംഗിയുള്ള പാറ്റേൺ. സ്ലീവ്സിൽ ഈ ഒരു സ്കാലപ്പൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള അറ്റാറാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ 1-2 വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടും. നോക്കിയിട്ട് സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ അനദർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.com ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല.
കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.